ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അറിയാതെ പോയ ദിക്റാടാ ചെറുപ്പക്കാരാ. ഇസ്ലാം സമുദായത്തിൽ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നല്ലോ. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാ. കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു പോകുന്നത്? അതിന്റെ കാരണം എന്തെന്നറിയോ? മക്കളോട് വഴക്ക് പറയാ, മക്കളെ വഴക്ക് പറയാ ഉമ്മയ്ക്ക് പേടിയാ, മക്കളെ തല്ലാ വാപ്പയ്ക്ക് പേടിയാ. ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ചിട്ട് തൂങ്ങുന്ന കാലവാ. SLC പരീക്ഷ തോറ്റതിന്റെ പേരിൽ ചാകുന്ന മക്കളുടെ കാലവാ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോയതെന്നറിയോ? അവർക്ക് അല്ലാഹുവാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയായിരുന്നില്ല, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ജോലിയല്ല അല്ലാഹുവാണെന്ന് മക്കളെ പഠിപ്പിക്കലൂ. അത് വാപ്പയുടെ കടമയാ, അത് മാതാപിതാക്കളുടെ കടമയാ, വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ്. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നിന്റെ ബാധ്യതയാണോ? ഇത് നിന്റെ കടമയായിരുന്നടോ? അത് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിലല്ലേ നിന്റെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത്? എന്നിട്ട് അവസാനം ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ പറയും സിറാജ് ഉസ്താദ് പറയാ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ ചില പ്രയാസം വരുമ്പോ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ട് കോടികളുടെ കടം വന്ന് വീടിന്റെ മുന്നിലേക്ക് കടക്കാര് വരുന്ന രംഗമുണ്ടല്ലോ, തകർന്നു പോകുന്ന ചില സമയമുണ്ടോ? മാരകമായ രോഗങ്ങൾ പിടിച്ചു പടച്ചവനെ പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് സമ്പത്ത് തീർന്നു, എല്ലാവർക്കും ബാധ്യതയായി അവസാനം ഒരു തുണ്ട് കയറിലെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ. പലപ്പോഴും അങ്ങനെ ചില രംഗങ്ങൾ കടന്നു വരും. റബ്ബേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുള്ള രംഗങ്ങൾ കടന്നു വന്നാൽ, താങ്ങാൻ കഴിയാത്ത വേദന വന്ന ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ, മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തിൽ പറയാനൊരു ദിക്ർ പറഞ്ഞു തരട്ടെ. ആ സമയത്ത് പറയാനുള്ള ദിക്ർ ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് 3 വട്ടമൊന്ന് പറവാപ്പാ. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടാകുമ്പോ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗം വരുമ്പോ ഈ ദിക്ർ നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഇതല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത്? ഇതല്ലേ യൂസുഫ് നബി പറഞ്ഞത്? ഇതല്ലേ ഇതാര് പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബിയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാ റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത്. പിന്നെ പുതിയ മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തു. പിന്നെ പറയാൻ തുടങ്ങി, മദീന മുഴുവനും അല്ലാഹുവേ എല്ലാവരും ആയിഷ ബീബി വ്യഭിചരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂല് കേട്ട് മടുക്കുകയാണ്. എവിടെ പോയാലും ആയിഷ, എവിടെ പോയാലും ആയിഷ. ആയിഷാനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമുണ്ടായി. മുത്തുനബി വീട്ടിലേക്ക് കടന്നു വന്നു. തളർന്നിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ. റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറക്കി
വിട്ടതല്ല. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ആയിഷയ്ക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് മുത്തുനബി തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ആയിഷ ബീവിക്ക് അതത്ര താങ്ങാൻ പറ്റിയില്ല. അല്ലാഹുവേ, റസൂലുള്ളാഹിയുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ആയിഷ ബീവി തന്റെ പിതാവിനെ കണ്ടപ്പോ ഓടിച്ചെന്ന് ഉപ്പയുടെ കൈ പിടിച്ചിട്ട് കരയുന്ന വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാനിത് വ്യഭിചരിക്കുന്നവളാണെന്ന് തോന്നുന്നുണ്ടോ? ഉപ്പാടെ കയ്യിൽ പിടിച്ചു പൊന്നാര മകള് കരയുമ്പോ അതാ അബൂബക്കർ തങ്ങളൊന്നും മിണ്ടിയില്ല. പടച്ചവനെ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ കണ്ണ് നിറഞ്ഞാൽ ഏതുമ്മയ്ക്കാടോ താങ്ങാൻ പറ്റുക? നെഞ്ചുപൊട്ടുന്ന ഹൃദയത്തോടെ ആയിഷ ബീവി റളിയല്ലാഹു തആല മാതാവിന്റെ മാറിടത്തിലേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മ, ഞാൻ തെറ്റുകാരിയല്ല ഉമ്മ. അവിടുന്ന് മാതാവിന്റെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമ്മ പറയുന്നു, മോളെ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ, തെളിവുകളെതിരാണ്. ആയിഷ ബീവി അതാ വീടിനകത്തേക്ക് കേറുകയാ. നിന്നെ പോലെ 18, 20, 25, 30 വയസ്സൊന്നും ഇല്ലായിരുന്നു പെങ്ങള്, ചെറിയ പ്രായമായിരുന്നു. ആയിഷ ബീവി അവിടെ നിന്ന് നരമ്പ് മുറിച്ചില്ല, വിഷമെടുത്ത് കുടിച്ചില്ല, തൂങ്ങാൻ തയ്യാറായില്ല. വീടിനകത്ത് കയറിയിട്ട് ഒറ്റക്കിരിക്കുകയാ. നിന്റെ മകളുടെ പ്രായമേ ഉള്ളൂ, നിന്റെയൊക്കെ മക്കളുടെ പ്രായമേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കയറിയിട്ട് ഇരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ? മുത്തുനബി വരുന്നുണ്ടോ? ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ തന്റെ വീടിന്റെ വാതിലിലേക്ക് നോക്കിയിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഇറങ്ങി ഓടുകയാ. ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ജിബ്രീൽ വന്നോ നബിയേ? ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നു, നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹു എന്നെ കൈവിടില്ല നബിയേ. ജിബ്രീൽ വരുമെന്ന് എനിക്കറിയാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, 7 ആകാശം കടന്ന് ജിബ്രീലിനെ വിളിച്ചിറക്കിയതെങ്ങനാ? ഖുർആനിൽ ആയത്തിറക്കിയതെങ്ങനാ? ഇത്രയും ദിവസം പിടിച്ചു നിന്നതെങ്ങനാ? ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, പറഞ്ഞ ദിക്ർ ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞിട്ടായി ആയിഷ പിടിച്ചു നിന്നത്. അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ, ഇത് സാധാരണ ദിക്റല്ല, ഇത് ഈമാൻ ഉറയ്ക്കുന്ന ദിക്റാ, മനസമാധാനം കിട്ടുന്ന ദിക്റാ, മനസ്സിന് ധൈര്യം കിട്ടുന്ന ദിക്റാ. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്
അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരട്ടെ. എപ്പോഴും പറയണേ, ഏത് കാര്യത്തിലും പറയണേ. കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? നിനക്കല്ല മതിയടാ ചെറുപ്പക്കാരാ. എത്ര വലിയ പ്രയാസം വന്നാൽ എന്റെ റബ്ബെന്നെ കൈവിടൂല, എന്റെ റബ്ബെന്നെ കൈവിടൂല. അല്ല എന്റെ കൂടെയുണ്ടല്ലോ ഉസ്താദേ, പടച്ച റബ്ബന്റെ കൂടെയുണ്ടല്ലോ. ഈ ഒരു ഈമാനാടോ വേണ്ടത്, ഈ ഒരു ഈമാനാടോ വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന് മതിയാവുകയാണ്, പടച്ച റബ്ബിന് മതിയാവുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഏത് പ്രയാസത്തിലും നിങ്ങളെ റബ്ബ് കൈവിടൂല. നമ്മുടെ ഈമാൻ ഉറക്കണമല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ ഉറപ്പിച്ച് തരണേ അല്ലാ, ഞങ്ങളുടെ ഈമാൻ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അതാ ഇബ്ലീസ് ഞങ്ങളുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ വരുന്ന രംഗത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. 10-40ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാ. അല്ലാഹുവേ, ഹാഫിളീങ്ങൾ ഒരുപാട് പേരുണ്ട്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടിട്ട് നിങ്ങൾ സദഖ എടുക്കുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാ, മരിക്കുന്ന കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ വരുത്തല്ലേ അല്ലാ. എന്നും ഉയർന്നു നിൽക്കുന്ന കയ്യാക്കണേ അല്ലാ, എന്നും ഇതുപോലെ ഉയർന്നു നിൽക്കണം, അല്ലാതെ നീട്ടുന്ന കയ്യാക്കരുത് എന്ന ഒരു നീയത്തോടെ വേണം നിങ്ങൾ സദഖ എടുക്കാൻ. ഏത് കോടീശ്വരനെയും ഒറ്റ ദിവസം കൊണ്ട് താഴെ ഇറക്കാൻ അല്ലാതെ കഴിവുണ്ടല്ലോ. ഒരു രോഗം മതിയടോ വാപ്പാ. ഏത് വലിയ പണക്കാരനും ഒരു ക്യാൻസർ വന്നാൽ അവന്റെ ഒരു കിഡ്നി അടിച്ചു പോയാൽ സമ്പാദ്യം മുഴുവനും തീർന്നല്ലോ. അവസാനം പള്ളിയുടെ മുന്നിൽ വന്നിരുന്ന് പിരിവെടുക്കുന്നവരെ കാണുന്ന കാലമാ. അതുകൊണ്ട് ഹാഫിളീങ്ങൾക്ക് വേണ്ടിയാ, അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ, ഒരു മടിയും വേണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊരു വിപത്തിനെയും സദഖ തട്ടി മാറ്റുമല്ലോ. നീ അറിയാത്തവനല്ല, നീ അറിയാത്തവനല്ല. നിങ്ങൾക്കറിവുണ്ടോ? നിങ്ങൾക്കറിവുണ്ടോ? ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, വീടിന്റെ സിറ്റൗട്ടിൽ വെള്ളം ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാ. ആ ടൈലിന്റെ മുകളിൽ വെള്ളം കിടക്കുകയാണ്. വയല് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നീ വീടിനകത്തേക്ക് കേറുമ്പോ നീ ഒന്ന് കാല് തെറ്റി വീഴുകയാണ്, തലയൊന്ന് തറയിലടിക്കുകയാണ്, ബോധം നഷ്ടപ്പെടുകയാണ്. കോഴിക്കോടേക്ക് നിന്നെ എടുത്തുകൊണ്ടോടുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോ അല്ലാഹുവേ, നിസാമി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് 2000ന്റെ നോട്ട് കൊടുത്തിട്ട് പറയുന്ന ഉസ്താദേ, വാപ്പ ഹോസ്പിറ്റലിലാ, ഉമ്മ ഐസിയുവിനകത്താ, ഈ മക്കളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കുമോ? അപ്പം നിനക്കറിയാടാ സദഖ കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അപ്പം നിനക്കറിയാഞ്ഞിട്ടല്ല, സദഖ കൊടുത്താ രക്ഷപ്പെടുമെന്ന് നിനക്കറിയുമല്ലോ. അതുകൊണ്ടല്ലേ നീ പൈസ കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ വാപ്പാ വീഴുന്നത് വരെ കാത്തു കിടക്കുന്നത്? വീഴുന്നത് വരെ എന്തിനാ കാത്തു കിടക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത് സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന്. അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന, ഖുർആൻ ഹൃദയത്തിന്റെ അകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കൾക്ക് വേണ്ടിയാ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരികയാണ്. കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാ, ഉറക്കം നടിക്കുന്നവർക്ക് നടിക്കാ, എഴുന്നേറ്റ് കൂടേണ്ടവർ കൂടാ. അല്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്ന്
ഒരൽപ്പം കൊടുക്കണ്ടവർക്ക് കൊടുക്കാ. അല്ലാഹുവേ, നിനക്ക് ചില അടിമകളുണ്ട്, നിനക്ക് ചില അടിമകളുണ്ട്. അവന് രോഗം വന്നാൽ സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്നു നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയല്ലേ പറഞ്ഞത്. അല്ലാഹുവിന് ചില അടിമകളുണ്ടോ വാപ്പാ, അവര് മരുന്ന് കടിച്ച് രോഗം മാറ്റുന്നവരല്ല, അവര് മന്ത്രം ചെയ്ത് രോഗം മാറ്റുന്നവരല്ല, അവര് സദക്ക കൊടുത്ത് രോഗം മാറ്റുന്നവരാ. അങ്ങനെ ചികിത്സിക്കുന്ന ചില അടിമകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിക്കണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ.